ഗൈസ് കളിക്കാൻ അടുപ്പിക്കാനുമായി വീഡിയോയോട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ് നമുക്കറിയാം ഗൈസ് PC ഗെയിംസിലെ തന്നെ ഏറ്റവും വലിയൊരു ഓപ്പൺ വേൾഡ് ഗെയിമാണ് GTA 5. അപ്പോൾ GTA 5ന് മുമ്പ് ഒരു GTA 5 എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഗൈസ് ലോകത്തിലെ ഏറ്റവും വലിയ പഴയ ഓൾഡ് ഗെയിമും ഏറ്റവും വലിയ മാപ്പും ഏറ്റവും നല്ല സ്റ്റോറിയുള്ള ഗെയിമായ നമ്മുടെ GTA San Andreas. അപ്പോൾ ഈ ഗെയിം 2008 പുറത്തിറങ്ങിയത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും ഇത് കളിക്കാൻ പോകുന്നത് GTA San Andreas. ലെറ്റ്സ് ഗോ. നമ്മൾ ഗെയിം തുടങ്ങുന്ന ലിബർട്ടി സിറ്റിയിലാണ്, ഒരു എയർപോർട്ടിലാണ്. 1992. അപ്പോൾ ആ പെട്ടെന്ന് വേഗം എടുത്ത് വെക്കൂ. അവിടെ പെട്ടിയൊക്കെ സ്കാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫോൺ അടിക്കുന്നുണ്ട്. സ്വീറ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ സീറ്റ് ആരാന്ന്, അവിടെ ചേട്ടനാണ്. അപ്പോൾ നമ്മളിവിടെ ജോലിയൊക്കെ ചെയ്തൊന്ന് സെറ്റ് ആവായിരുന്നു. അപ്പോഴാണ് മനസ്സിലായ ഗൈസ് നമ്മുടെ അമ്മ മരിച്ചു. സോ സാഡ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് ഗൈസ്. ഗൈസ് പോലീസ് ഉണ്ടല്ലോ. ഇറങ്ങി വാ, എന്റെ അടവൊക്കെ മാറ്റി. എന്താ അമ്മ ചെയ്യുന്ന നാട്ടിൽ വന്നോ? സാറേ ഞാൻ കള്ള പാസ്പോർട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പോവണേ. അലാകപ്പാടെ ഉണക്ക നത്തോലിയുടെ അത്ര ബോഡിയുള്ളേ. പിടിച്ച കേട്ടടാ അവനെ. ആട്ടവ എൻ്റെ അടുത്താണ് സീജ നീ ഉറക്കണേ. ടെമ്പൻ്റെ അടുത്ത് അതിൻ്റെ കളി. ടെമ്പന്നിയാണോ ഡെൻബന്നിന്നൊക്കെ നിന്റെ അഹങ്കാരം മാറ്റിത്തരാം. അപ്പോൾ ഇത് സാധാരണയല്ലോ, ഇത് ഡ്രഗ് മണിയാണല്ലോ. പിടിച്ചകത്തിടാം വാ. ഡ്രഗ് മണി ഞാൻ ലിബർട്ടി സിറ്റിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ സാലറിയാണ്. അങ്ങനെ തന്നിടോ ടെമ്പന്നി. അല്ലോ സോറി ടെമ്പനി. ഇത് എന്തി പറയണേ? എന്റെ സാധനം എന്താ? നീ കാറി കയറ്. സാധനം തരണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. ഇവൻ്റെ അടുത്ത് തൂക്കിയിട്ടേ വാ, നമുക്ക് പോവാം. നീ ആപ്പടെ ചെമ്മീൻ്റെ അത്ര ഉള്ളല്ലോടാ. തിമിംഗലാണല്ലോ. അടങ്ങിക്കാണ്ട് കയറോ. അത് നമ്മൾ എങ്ങോട്ടോ കൊണ്ടുപോകണുണ്ട്. എന്താ കാണിക്കുന്നത് ഇരിക്കാൻ അറിഞ്ഞൂടെ? വീട്ടുകാരൊക്കെ എങ്ങനെ പോണടാ? എന്റെ അമ്മ മരിച്ചു സാറേ, അതുകൊണ്ടാണ് ഞാൻ വന്നേ. ടെമ്പന്റി സാറേ, ഞാന് ലിബർട്ടി സിറ്റിയിലായിരുന്നു. അത് കാരണം ഞാൻ ഭയങ്കര ക്ലീനാ. അത് കാരണം എന്നെ വിട്ടേക്ക്. നിന്നെ കൊണ്ട് എനിക്കൊരു ഉപകാരമുണ്ട്. അതിനാണ് നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് തന്നെ. സ്വീറ്റ് കരുതിയത് കൊണ്ട് മാത്രമല്ല, ഞങ്ങളുടെയും കൂടെ ഒരു കളിയാടാ ഇത്. എന്തായാലും വന്നേ പറ്റൂ. നിന്നെ ഒരിടത്ത് കൊണ്ടുപോയി ഇടും. പിന്നെ നിന്റെ അന്ത്യം വരെ നീ അവിടെ ഇരിക്കും. ഓക്കെ? എന്താ പറയണെന്നൊന്നും മനസ്സിലാവുള്ള. ഈ ടെമ്പന്നി കുറെ പറയുന്നുണ്ട്. ഇത് നമ്മുടെ ബെല്ല സ്ട്രീറ്റ് ആണ്. അപ്പൊ GTA 5 കളിക്കുന്ന ആൾക്കാർ മനസ്സിലായി കാണും ഇതൊരു ബെല്ല സ്ട്രീറ്റ് ആണ്. നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. നമ്മുടെ സീസൺ പറഞ്ഞിട്ടുണ്ട് ഇത് ബെല്ലാസിന്റെ ഇടന്ന്. പക്ഷെ ഇവന്മാരെ സമ്മതിക്കുന്നില്ല. താൻ എന്തേ കാണിക്കണേ? കിടക്കടാ, പിന്നെ കാണാം. ഞങ്ങള് വീണ്ടും വരും. ഇവരെന്ത് പണി ഇപ്പൊ കാണിച്ചേ? നമ്മുടെ ബെല്ലാസിന്റെ അടുത്തിട്ടേക്കണേ. അപ്പൊ നമ്മളൊരു അതിരി ബ്രെഡിന്റെ റൊട്ടി കഷ്ണം പോലെ ഇരിക്കണേ. പിന്നെ അവിടെ അടുത്താണെങ്കിൽ ഒരു കണ്ണു പോലും ഇല്ല.
നമ്മളിപ്പോ കണ്ടാൽ തന്നെ ചിമ്പാൻസിയാന്ന് തോന്നുന്നു. നമുക്ക് 6 പാക്ക് എടുക്കണമെന്നായിരുന്നു ലിബർട്ടി സിറ്റിന്ന് കൊറേ നാളെ കഴിഞ്ഞിട്ടാ വന്നെ. ഗ്രോ സ്ട്രീറ്റ് ആണെങ്കിൽ എനിക്ക് വഴിയൊന്നും അത്ര അറിയില്ല കേട്ടാ. അപ്പൊ ആ പോലീസ് തന്നെ അങ്ങോട്ട് പോയെന്നോ എനിക്ക് പിടിയില്ല. ഇവിടെ എന്തോ ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഈ സൈക്കിൾ എടുക്കാന്ന് പറയണേ ഗ്രോ സ്ട്രീറ്റിലോട്ട് വിടാം. ഞാനാണെങ്കിൽ ഒരു 5 വർഷമായി പോയിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഗ്രോ സ്ട്രീറ്റിലോട്ട് പോവാം. വയസ്സ് നിങ്ങൾക്ക് അറിയാലോ, എന്റെ മാപ്പ് എന്ന് പറയുന്നത് ഒരു 8 കിലോമീറ്റർ ഉള്ള ഒരു നീണ്ട മാപ്പാണ്. ഇതാണ് GTA 5 കഴിഞ്ഞ് സെക്കൻഡ് ആയിട്ടുള്ള ഗെയിം ഇതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഗ്രോ സ്ട്രീറ്റിലോട്ട് വിടാം. ലെറ്റ്സ് ഗോ. 2000 years later. അപ്പൊ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെറുതായിട്ട് നമ്മളെ ഫ്രണ്ടോട്ട് ഇപ്പൊ നമ്മുടെ ഗ്രോ സ്ട്രീറ്റിലോട്ട് പോവാണ്. എന്താ സംഭവം എനിക്കറിയില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. നമ്മുടെ CJ എനിക്ക് ഭയങ്കര വിഷമമാണ്. നമ്മുടെ അമ്മ മരിച്ചു. നമ്മള് ലിബർട്ടി സിറ്റി പോയിട്ട് ഇതുവരെ നമ്മുടെ അമ്മേനെ കണ്ടിട്ടില്ല. നമ്മുടെ CJ ആണെങ്കിൽ ഭയങ്കര വിഷമമായിട്ടുണ്ട്. പാവം CJ ഗൈസ്. ഞാൻ കാൾ ജോൺസണാ. എന്റെ വീട്ടിലെന്താ കാര്യം? ഓക്കെ മച്ചാനെ. അപ്പൊ നമ്മുടെ അമ്മയുടെ ഫുണറലാണ്. ഫ്യൂണറലാണെന്ന് എനിക്കൊന്നും മനസ്സിലാവുള്ള കേസ്. അപ്പൊ അവിടെ സ്വീറ്റും കണ്ടിലുണ്ട്. പിന്നെ റൈഡർ എന്ന് പറഞ്ഞ ഒരാളും കൂടെ ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ സ്മോക്ക് എണ്ണം പറയുന്നത് ഇയാളുടെ പേര് സ്മോക്കാ. ഞാൻ പേടിച്ചു ഗൈസ്. അപ്പൊ ഇയാള് നമ്മുടെ സെമിത്തേരിയിലോട്ട് കൊണ്ടാന്ന് പറയണേ. അവിടെ റൈഡറൊക്കെ ഉണ്ടാവും. അപ്പൊ ഗൈസ് ഇയാള് പുള്ളിയെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഇതാണ് ഗൈസ് നമ്മുടെ അമ്മയുടെ ഫോട്ടോ. പുള്ളിയെ കറുത്ത വണ്ടിയൊക്കെ ആണല്ലോ. ഓക്കെ, നല്ല വണ്ടി കേട്ടോ. നമ്മുടെ അമ്മയുടെ സെമിത്തേരിയിലോട്ട് എത്തിയിട്ടുണ്ട്. സ്മോക്കണ്ണ അവിടെ അതേ ഇരിക്കാൻ. അതേ ഗൈസ് ഇവിടെ തൊപ്പി വെച്ചെടുത്തിട്ടുണ്ടല്ലോ പുള്ളിയേരെ. നമ്മള് കെന്റിലിനെ സീറ്റിനെ കാണുന്നുണ്ട്. കെറ്റിട്ട് ഭയങ്കര സാഡാണ് ഗൈസ്. സീറ്റാണെങ്കിൽ ഒരുമാതിരി നോക്കണല്ലോ. സീറ്റ് എന്ത് പറ്റി? അമ്മയ്ക്ക് എന്താ പറ്റി? നിനക്ക് എപ്പോഴും നിന്റെ കാര്യം മാത്രം. എന്നിട്ട് നീ ഇപ്പൊ എന്നോട് ദേഷ്യപ്പെടാ? പിന്നെ എനിക്ക് എന്റെ സീസൺ ഉണ്ട്. ഞാൻ അവളുടെ ഒപ്പം പോകണം. നിങ്ങൾ അടി ഉണ്ടാക്കാണ്ടിരിക്കുക. എന്താ പ്രശ്നം? സീറ്റ് ഒരു സാഡായിട്ടുള്ള ദിവസത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കല്ലേ? എന്താ സീറ്റ്? നിനക്കെന്താ പറ്റിയേ? മച്ചാൻ വിഷമിക്കാണ്ടിരി, നമുക്ക് അവരെ പിടിക്കാം. ഓക്കെ, നീ വിഷമിക്കല്ലേ? ആ പോലെ നമ്മുടെ സ്വീറ്റിനാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര സങ്കടമാണ്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമ്മളെന്തായാലും അവരെ പിടിക്കാം. നമ്മളെന്തായാലും കാറി കയറാം. ആരാണ്? സ്മോക്കണ്ണ ആരാവൻ? ബൈക്ക് എടുത്ത് ഫോളോ ചെയ്യാം. അപ്പൊ നമ്മുടെ അടുത്ത് ബൈക്ക് എടുത്ത് ഫോളോ ചെയ്യാനാണ് പറയണേ. സ്വീറ്റ് ആണ് ഫോളോ ചെയ്യാനാണ് പറയണേ. ഗൈസ് ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് മിഷൻ ആണെന്ന് തോന്നുന്നു. ഗൈസ് നമ്മുടെ ഫസ്റ്റ് മിഷൻ ആയിരിക്കും. നമ്മള് പിടിക്കാൻ പോവാന്ന് തോന്നുന്നു. ഓ ഗൈസ്, സ്വീറ്റ് രക്ഷിക്ക്.
ഞാൻ ആ പഴണെങ്കിൽ ആട് ജീവിതത്തിലെ പൃഥ്വിരാജിനെ പോലെ ഇരിക്കണേ. എന്റെ പൊന്ന സീറ്റ് എന്നെ രക്ഷിക്കടാ, ഞങ്ങൾ പോവാണല്ലോ സീറ്റേ. ഓ പുള്ളി നമ്മളിപ്പോ ഫോളോ ചെയ്യാനാ പറഞ്ഞേ തോന്നുന്നു. നമുക്ക് എന്തായാലും റൈഡറിനെ ഫോളോ ചെയ്യാം. അപ്പൊ സീറ്റിന്റെ ഒക്കെ എന്തിലൊപ്പം ഉണ്ടായത് റൈഡറാണ് കേട്ടോ. നമ്മുടെ ഒരു ഫ്രണ്ടാണ്, ഗ്രൂസ്ട്രീറ്റ് ഗ്യാങ്ങിലെ ഒരു ഗ്യാങ്ങാണ് ഗൈസ്. പിന്നെ എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമായി റൈഡർ. അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ വെക്കുന്നുണ്ട് ഗൈസ്. പണിപ്പോ ആളെന്ന് തോന്നുന്നു. സീറ്റ് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അപ്പൊ ഗൈസ് നമ്മുടെ വണ്ടി അവിടെ ഇടിച്ചു ഗൈസ്. ഈ ഗൈസ് അവര് സ്വീറ്റിനെ കൊണ്ട് പോവാൻ തോന്നുന്നു. ഓവർ റൈഡറാണ്, അവനെ ഫോളോ ചെയ്യാനാ. നമുക്ക് എന്തായാലും റൈഡറിനെ ഫോളോ ചെയ്യാം. ഗൈസ് നല്ല വളഞ്ഞ വണ്ടി കൂടെയൊക്കെ പോകുന്ന ഗൈസ്. അത് കാരണം നമ്മൾ അത്ര പെട്ടെന്ന് കിട്ടില്ല. നമ്മുടെ സൈക്കിൾ സ്കില്ലൊക്കെ അപ്ഗ്രേഡ് ആവുന്നുണ്ട്. ഒടുക്കത്തെ ബ്ലോക്കാണ് ഗൈസ്. അവരെ പിടിക്കണതിന് നമുക്ക് രക്ഷപ്പെടാം. എന്റെ സ്മോക്ക് അവിടെ നിൽക്കണ്ട് ബാ. ഓ റൈഡറാണെങ്കിൽ പോകുന്നുണ്ട്. റൈഡറേ സ്പീഡിൽ പോ. ആ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളാണെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി. റൈഡറാണ് നമ്മുടെ ഭയങ്കര കഞ്ചാവ് ഇതൊക്കെയാണെന്നാണ്. കുഴപ്പമില്ല, നമ്മൾ വന്നേ ഉള്ളൂ. നമ്മളെ തുരത്തിടിക്കും അല്ല റൈഡറെ. റൈഡറാണെങ്കിൽ എന്നെ ഭയങ്കര ഇഷ്ടമായി ഗൈസ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ മിഷൻ ഇവിടെ തീർന്നതാണ്. പക്ഷെ നമ്മുടെ സീറ്റിനെ കാണാനില്ലല്ലോ. റൈഡറെ സീറ്റ് എവിടെ? ആ ഒരാഴ്ചയാണല്ലോ അവിടെ സീറ്റ് എത്തി. അപ്പൊ സീറ്റ് പറയുന്നത് നീ ഇത്തിരി സൂക്ഷിച്ചോന്നൊക്കെയാണ് എന്നോട് പറയുന്നത്. പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചാൽ മതി, ഞങ്ങൾ വരാന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളോട് ഇത്തിരി ബോഡിയൊക്കെ വെച്ച് ഹെയർ സ്റ്റൈലൊക്കെ സെറ്റ് ആക്കാനാണ് പറയുന്നത്. അപ്പോൾ ബിഗ് സ്മോക്ക് പറയണത് ഭയങ്കര ഇതൊക്കെ തന്നെയാണ്, ഗ്യാങ്സ്റ്ററൊക്കെ ആണെന്നാണ്. റൈഡറും നീ ഭയങ്കര ഇമ്പ്രസീവാണ്, പക്ഷെ നിനക്ക് ഇത്തിരി ഹെയർ സ്റ്റൈലും ബോഡിയൊക്കെ വേണമെന്നൊക്കെ പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിവിടെ ഒരു വീടും ഗ്യാരേജും സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാറായി. അപ്പൊ ഒരു ഗ്യാരേജ് ഉണ്ട്. ഇതെന്തുള്ള അവൻ്റെ അവിടെ ഒരു യെല്ലോ മാർക്കർ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കയറാം. അതിൻ്റെ അടുത്ത് പോയി മതി. നമ്മുടെ മിഷൻ പാസ്സായി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത മിഷൻ വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ. അപ്പോൾ അടുത്ത മിഷൻ വരുന്നവരെ ബെയ്റ്റ്. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ ആ ഒരു സെക്കൻഡ് മിഷൻ നമ്മൾ വേഗം തന്നെ ഇടും ഗൈസ്. അപ്പോൾ നമ്മുടെ ബോഡിയൊക്കെ സെറ്റ് ആക്കുന്ന ഒരു വർക്കൗട്ട് മിഷനൊക്കെ വേഗം ഇടും. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.